എൻ്റെ പേര് മിനി, സ്ഥലം കൊല്ലം ജില്ലയിൽ കടയ്ക്കലാണ്. ഐപ്പൾസ് എന്ന് പറഞ്ഞൊരു പ്രോഡക്റ്റ് യൂസ് ചെയ്തുകൊണ്ടാണ് വന്നത്. എനിക്ക് ഒത്തിരി പ്രോബ്ലംസ് ഉണ്ടായിരുന്നു. അതായത് വെരിക്കോസിൻ്റെ പ്രോബ്ലം കൊണ്ട് എനിക്കൊരു 5 മിനിറ്റ് പോലും അങ്ങ് നിൽക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ആയിരുന്നു. ഇപ്പം 5 മണിക്കൂർ നിന്നാൽ പോലും എനിക്ക് ആ പ്രോബ്ലം ഇല്ല. അതും എൻ്റെ പേര് ബാബുരാജ്, പാപ്പനംകോട്, തിരുവനന്തപുരത്താണ് താമസം. ഞാനിത് 12 വർഷത്തിൽ കൂടുതലായി ഈ വെരിക്കോസ് വെയിനിലെ കഷ്ടത അനുഭവിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഒരു 3-4 ബോട്ടിൽ കഴിച്ചതിന് കഴിഞ്ഞ ശേഷം എനിക്ക് വ്യത്യാസം കണ്ടു തുടങ്ങി. കാല് തരിപ്പ്, പെരിപ്പ്, പിന്നെ രക്തോട്ടമൊന്നുമില്ല, കാലിന് തൊട്ടാലൊന്നും അറിയാത്ത സ്ഥിതിയായിരുന്നു. അതെല്ലാം ഇപ്പം ആയി. വ്രണം തന്നെ ഇപ്പോഴും ഒരു 75% വരെയും കയറിയിട്ടുണ്ട്. എല്ലാ ഹോസ്പിറ്റലിലും കൂടെ 8 ലക്ഷം രൂപയെങ്കിലും ചിലവായിക്കണം. ഓപ്പറേഷൻ 4 കഴിഞ്ഞു. ഓപ്പറേഷൻ കഴിഞ്ഞു. വെരിക്കോസ് വെയിൻ്റെതും സ്കിൻ ക്രാഫ്റ്റും കഴിഞ്ഞു. ഡോക്ടർ KT സേവ്യർ. ഓക്കെ സാർ, എവിടെയാണ് താമസിക്കുന്നത്? ഞാൻ എറണാകുളം കച്ചേരിപ്പടി. ഐപ്പൾസ് ഞാൻ 30 ml 2 നേരം കഴിക്കും. ഐപ്പൾസ് സാറിന് എന്ത് റിസൾട്ട് തന്നു? ഇതിനിടയിൽ ഞാൻ കാലിൽ 2 പാദങ്ങളിലും എനിക്ക് വാരിക്കോസ് വെയിൻ ഉണ്ടായിരുന്നു. ഓക്കെ ഓക്കെ, അത് വളരെ കുറഞ്ഞു. ഐപ്പൾസ് പറ്റി വളരെ വിശദീകരിച്ച് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. ഞാൻ കൃത്യമായിട്ട് അതിൻ്റെ അളവ് അനുസരിച്ച് ഉപയോഗിക്കാൻ തുടങ്ങി. ഒരു 3 മാസം കഴിഞ്ഞപ്പോഴത്തേന് എനിക്ക് ഏതാണ്ടൊക്കെ നല്ല രീതിയിലുള്ള ഒരു എനർജറ്റിക്, എൻ്റെ ബോഡിയുടെ മെക്കാനിക്കൽ സിസ്റ്റം, ഓരോ അവയവത്തിൻ്റെ മെക്കാനിക്കൽ സിസ്റ്റത്തിന് വളരെ മാറ്റം വന്നതായിട്ട് എനിക്ക് ഈ ഹാർട്ടിൻ്റെ മാത്രമല്ല ഈ അസുഖങ്ങൾ മാറി. അതോടൊപ്പം തന്നെ എനിക്ക് വെരിക്കോസ് വെയിൻ ഉണ്ടായിരുന്നു, അതും മാറി. ഈ പൈൽസിൻ്റേതായിട്ടുള്ള ചെറിയ ശല്യം ഉണ്ടായിരുന്നു, എനിക്ക് അതും മാറി. ഈ ഒരു സപ്ലിമെൻ്ററി ഫുഡ് ഇതിനെപ്പറ്റി നല്ല രീതിയിലുള്ള പ്രചാരണം നടത്തി. എന്താണ് വെരിക്കോസ് വെയിൻ എന്നത്? നമുക്കറിയാം, നമ്മുടെ ശരീരത്തിലെ ധമനികളാണ് ഹൃദയത്തിൽ നിന്നും രക്തം ശരീരഭാഗങ്ങളിലേക്ക് കൊണ്ടെത്തിക്കുന്നത്. അതുപോലെ തന്നെ വെയിൻസ് അഥവാ സിരകളാണ് ശരീരത്തിൽ നിന്നും രക്തം സ്വീകരിച്ച് തിരികെ ഹൃദയത്തിലേക്ക് എത്തിക്കുന്നത്. ഇങ്ങനെ രക്തം സ്വീകരിക്കുകയും അത് തിരികെ ഹൃദയത്തിലേക്ക് എത്തിക്കുകയും ചെയ്യുന്ന ഒരു പ്രക്രിയ ഇടതടവില്ലാതെ നടന്നുകൊണ്ടേയിരിക്കുന്നു. ഇവിടെ ഈ ദൗത്യത്തിനിടയിൽ കാലിൽ നിന്നുള്ള രക്തം ഹൃദയത്തിലേക്ക് എത്തിക്കുന്ന വെയിനുകൾ ഗ്രാവിറ്റേഷണൽ ഫോഴ്സിന് എതിരെയാണ് പ്രവർത്തിക്കുന്നത്. ഇവിടെ നമ്മുടെ കാലിലെ മസിലുകളും ഞരമ്പുകളും ചുരുങ്ങാനും വികസിക്കാനുമുള്ള അവരുടെ കഴിവ് ഉപയോഗിച്ചുകൊണ്ടാണ് ഇത് സാധ്യമാകുന്നത്. ഈ ഞരമ്പുകളിലുള്ള ചെറിയ വാൽവുകൾ ഹൃദയത്തിലേക്ക് മാത്രം രക്തം പ്രവഹിക്കാൻ സഹായിക്കുക മാത്രമല്ല, താഴേക്കുള്ള അതിന്റെ പ്രവാഹത്തെ തടയുക കൂടി, രക്തപ്രവാഹത്തെ തടയുകയും ചെയ്യുന്നു. ചില പ്രത്യേക കാരണങ്ങളാൽ വെയിനിന്റെ വികസിക്കുവാനും ചുരുങ്ങുവാനുള്ള കഴിവുകൾക്ക് ഭംഗം വരികയും മേൽപ്പറഞ്ഞ വാൽവുകൾ ശരിയായി പ്രവർത്തിക്കുന്നതിന് തടസ്സമുണ്ടാകുകയും ചെയ്യുമ്പോൾ അശുദ്ധ രക്തം പൂർണ്ണമായി ഹൃദയത്തിലേക്ക് പ്രവഹിക്കാതെ വരികയും അത് ധമനികളിൽ തന്നെ തങ്ങി നിൽക്കുകയും ചെയ്യുന്നു. അങ്ങനത്തെ ഒരു സാഹചര്യം വരുമ്പോഴാണ് ധമനികൾ വലുതായി വരികയും അങ്ങനെ വെരിക്കോസ് വെയിനായി അത് പരിണമിക്കുകയും ചെയ്യുന്നത്. നിങ്ങൾക്കിവിടെ കാണാൻ കഴിയും. ഇതാണ് ആ വെരിക്കോസ് വെയിനിന്റെ രീതികൾ. ഇത്തരത്തിൽ മാരകമായ വികൃതമായ ഒരവസ്ഥയിലേക്ക് നമ്മൾ കാൽപാദങ്ങളെ കൊണ്ടെത്തിക്കുന്ന ഒരവസ്ഥയാണ് ഇവിടെ കാണാൻ വെരിക്കോസ് വെയിനിൻ്റെത്. ഇതിന് നിരവധി കാരണങ്ങളുണ്ട്. എന്തൊക്കെയാണ് ഇതിന്റെ പ്രധാന കാരണങ്ങൾ? പ്രധാനമായും പ്രായം, ഗർഭസ്ഥ അവസ്ഥ, അമിതമായ ഭാരം, കൂടുതൽ സമയം നിന്നുകൊണ്ട് ജോലി ചെയ്യുന്ന അവസ്ഥ, ഇതെല്ലാം ഇങ്ങനെ നിരവധി കാരണങ്ങളാണ്